പണ്ടൊരു ഉം, സിനിമാ നടി, ഞാൻ ആരുടെയും പേര് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഒരു സിനിമാ നടി ഷോർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിരുന്നു. അപ്പോൾ അവരുടെ കാലുകൾക്ക് താഴെ, മുട്ടിന് താഴെയിട്ടുള്ള ഭാഗം കാണാൻ പറ്റുമായിരുന്നു. നല്ല വെളുത്ത ഒരു സുന്ദരിയായ സിനിമാ നടി. അപ്പോൾ ആ കാലത്ത് അത് വലിയ ട്രെൻഡായി. ആളുകളെല്ലാം, പെൺകുട്ടികളെല്ലാം, പിന്നെ അതുവരെ കാലിൻ്റെ മുട്ടിന് താഴോട്ട് കാൽപാദം വരെ ഡ്രസ്സ് ഇട്ടിരുന്ന പെൺകുട്ടികളൊക്കെ അന്ന് ഇത് പിന്നെ ചുരിദാറില്ല, അതുപോലെ തന്നെ പിന്നെ ഇതാണ് ഹാഫ് സാരിയും ഒക്കെയാണ് ഉടുക്കുന്നത്, പാവാടയൊക്കെയാണ്. ആ കാൽമുട്ട് വരെ ശരീരത്തിൽ ഒരു ഭാഗവും കാണാതെ. അതേസമയം ഈ സിനിമ വന്നതിന് ശേഷം വലിയ ട്രെൻഡുണ്ടായി. സിനിമകൾ വല്ലാതെ ജനങ്ങളെ സ്വാധീനിക്കും. അതുപോലെ തന്നെ സിനിമയിൽ കണ്ടിട്ട് കൊലപാതകം ചെയ്തിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ദൃശ്യം കണ്ടിട്ട് ഞാൻ അതേ മോഡലിൽ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ മദ്യപിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, ഒരുപാട് ബലാത്സംഗം സിനിമയിൽ കാണുന്നത് അതുപോലെ അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെയാണ് ഗായകരെ, സംഗീതക്കാരെ അനുകരിക്കും. കലാകാരന്മാർക്ക് പെട്ടെന്ന് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയും. ശാംബശിവന്, ഹർഷകുമാറും ഐലം ഉണ്ണികൃഷ്ണനും ഒക്കെ എത്ര വലിയ തോതിലാണ് സമൂഹത്തെ സ്വാധീനിച്ചത്. KPSC നാടക സമിതിയൊക്കെ, KPSC പോലുള്ള, കൊല്ലം കാളിദാസ കലാകേന്ദ്രം, നമ്മുടെ മുകേഷിൻ്റെ, സിനിമാനടൻ മുകേഷിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെയൊക്കെ നടത്തിയിരുന്ന കൊല്ലം കാളിദാസ കലാകേന്ദ്രം, ഇങ്ങനെ കലാകാരന്മാർക്കും സാഹിത്യകാരും അതുപോലെ എഴുത്തുകാർ വലിയ തോതിലാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത്. അവരുടെ പിന്നാലെ പോകും ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ വല്ലാതെ കൂടെ പോകും. ഇപ്പോഴിതാ വേടൻ്റെ കൂടെ, നമ്മുടെ തൊപ്പിയുടെ കൂടെ എത്ര ലക്ഷം ആളുകളാണ് തൊപ്പിയെ ഫോളോ ചെയ്തിട്ട് പോയത്. എന്താണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? കുറേ തെറിയും, കുറേ അശ്ലീലവും, കുറേ പിന്നെ മനുഷ്യന് ഒരു സംസ്കാരത്തിലോ ഒരു സമൂഹത്തിലോ ജീവിക്കുകയും പറയുകയും ചെയ്തുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ, ബാത്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ, ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് തൊപ്പി തെറിയും ഒക്കെ കൂടെ ചേർത്ത് പറഞ്ഞ് ഇത്രയും ഓഡിയൻസ് ഉണ്ടാക്കിയത്. അപ്പോൾ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കെല്ലാം അത് കേൾക്കാനൊരു ആവേശം, അതൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ആവേശം ഉണ്ടായി. ഇപ്പോഴിതാ വേടൻ എന്ന് പറയുന്ന ഒരു നല്ല കലാകാരനാകേണ്ടിരുന്ന ആള്, നല്ല റാപ്പ് സംഗീതം നേടിയിരിക്കേണ്ട ആള്, ഒരുപക്ഷെ റാപ്പ് സംഗീതത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡുകൾ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ളൊരു വ്യക്തി, നല്ല കഴിവുള്ള വ്യക്തി, സമൂഹത്തെ ആകെ ഇളക്കി മറിക്കാൻ കഴിയുന്നൊരു വ്യക്തി, ഇതാ വേടൻ. ഇതാ എത്ര പ്രോഗ്രാമാണ് ക്യാൻസൽ ചെയ്ത്. ബോൾഗാട്ടി പാലസിൽ ഒരു വലിയ പരിപാടി വെച്ചിരുന്നു. ഇപ്പോൾ വേടൻ പറഞ്ഞിരുന്നു, ഞാൻ ജാമ്യം എടുത്ത് വരും, നിങ്ങൾ ആ പരിപാടി വച്ചോളെന്ന്. അപ്പോഴും അയാൾ അടങ്ങാൻ തയ്യാറില്ല. ഞാൻ ജാമ്യം എടുത്തങ്ങ് വരുമെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ആ പെൺകുട്ടി, ഡോക്ടറുടെ വോയിസ് എന്ന് പറഞ്ഞൊരു വോയിസ് ഇട്ട് കറക്കുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. വേടനായാലും വേടൻ്റെ സുഹൃത്തുക്കളായാലും ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. ഞാൻ വേടനെ വേട്ടയാടുവാനോ വേടൻ്റെ പിറകെ നടക്കുവാനോ സുഭാഷിതം ചാനലിലോ എനിക്കൊന്നും ഒരു താല്പര്യമില്ല. പക്ഷെ ഓരോ ദിവസവും ഇത് കാണുമ്പോൾ, പൊതുസമൂഹത്തിൽ കാണുമ്പോൾ, എന്തേ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ട് ഇവിടുത്തെ ചാനലുകൾ ഇത് ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾ ആഘോഷിച്ചതല്ലേ? നിങ്ങൾക്കൊരു ചെറിയ അവസരം കിട്ടിയപ്പോൾ അതേതെങ്കിലും ദളിതന്മാരിൽ നിന്നും, ദളിത് വിഭാഗത്തിൽ നിന്നോ, ദളിതെന്ന് ഇപ്പോൾ പറഞ്ഞുകൂടാ, പട്ടികജാതി വിഭാഗത്തിൽ നിന്നോ കിട്ടുന്ന ആരെങ്കിലും ഒക്കെ ഉയർന്നു വന്നാൽ അവരെ വല്ലാത്ത രീതിയിൽ നിങ്ങൾ അവരെ പ്രയോജനപ്പെടുത്തി അവരെ തന്നെ നിങ്ങൾ ചീത്തയാക്കുന്ന രീതിയിലേക്ക് പോകില്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ ഗൗരവമായ, വളരെ വളരെ രസകരമായ കാര്യമാണ് വേടൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുഴപ്പങ്ങളും, ഗഞ്ചാവടിക്കുന്നത്, മദ്യപാനം, സിഗരറ്റ് വലി, പെണ്ണുപിടി, സകല കുഴപ്പങ്ങളും വേടനിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയില്ലേ? ഇപ്പോഴിതാ റേപ്പ് കേസും ആരോപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം ശരിയാവാം, തെറ്റാവാം, അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ, ഇവിടുത്തെ സംവിധാനങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്കതിൽ അഭിപ്രായമില്ല, നമുക്കതിൽ അഭിപ്രായമില്ല. പക്ഷേ വേടൻ ഈ കാട്ടിക്കൂട്ടി വച്ചിരിക്കുന്നതൊക്കെ വളരെ വളരെ വലിയ തോതിലാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ 27 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം എൻ്റെ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിൽ വന്ന് പഠിക്കാൻ. ഞാൻ 5 വർഷക്കാലവും, 5 പഠിച്ച കാലം, പിന്നെ കൂടുതൽ പഠിച്ചു. ആ പഠിച്ച കാലമെല്ലാം വേറെ ഒരുപാട് ഡിഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെ പഠിക്കുന്ന എല്ലാ കാലവും ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കൺസെഷനും കൊണ്ട് വരുന്നത്. കൺസെഷനൊന്നും പലപ്പോഴും എടുക്കാൻ തന്നെ കഴിയാറില്ല, എന്നാലും കൺസെഷനും കൊണ്ട് വരുന്നത്. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ധാരാളം അമ്മമാർ, സഹോദരിമാർ, ജ്യേഷ്ഠന്മാർ, അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ കയറും. നമ്മൾ ഏതെങ്കിലും ഒരു സീറ്റ് പിടിച്ച് ഞങ്ങളും കൂട്ടുകാരും ഇരിക്കുമ്പോഴായിരിക്കും ഉടൻ സെക്കൻഡ് അടുത്ത സ്റ്റോപ്പ് എത്തുന്നുമ്പേ പ്രായമായവർ കയറുന്നത്. ഞങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ആ 5 വർഷമോ അല്ലെങ്കിൽ 6 വർഷമോ കാലമോ തുടർച്ചയായി പഠിച്ചിട്ട് തിരുവനന്തപുരത്ത് വന്ന് 27 കിലോമീറ്റർ ദിവസവും, 54 കിലോമീറ്റർ ദിവസവും യാത്ര ചെയ്യുന്ന എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ബസ്സിൽ ഇരിക്കാനേ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നത് കൂടി കൊണ്ടാണ്. ഇന്ന് എത്ര പേർ എഴുന്നേൽക്കും? ടീച്ചർമാരെ കണ്ടാൽ എഴുന്നേൽക്കാത്ത കുട്ടികളുടെ കാലമാണിത്. ഗുരുക്കന്മാരെ കണ്ടാൽ എഴുന്നേൽക്കാത്ത കാലമാണിത്. കാലം എവിടെയാണ് നിൽക്കുന്നത് കുട്ടികളെ? നിങ്ങൾ മൊബൈൽ ഫോണിൽ കുത്തിത്തിരിച്ച് നിങ്ങൾ അതിൽ ചുരണ്ടിയിരിക്കുമ്പോൾ
നിങ്ങൾ അറിയുക, ഇവിടെ നിങ്ങളെ ജനിപ്പിച്ച അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുടുംബങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഒരു സമൂഹമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വേടന്മാരുടെ പിറകെ പോകാൻ. നിങ്ങൾക്ക് പോകാം, പക്ഷേ നിങ്ങൾ പോകുമ്പോൾ നല്ല വേടനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോകണം. രാമായണത്തിൻ്റെ ആദികാവ്യം എഴുതിയ രത്നാകരൻ എന്ന് പറയുന്ന വാൽമീകിയും ഒരു വേടനായിരുന്നു, നിങ്ങൾ തിരിച്ചറിയണം. അതും വേടനായിരുന്നു, ഇതും വേടനാണ്. നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള അയ്യങ്കാളി ഉണ്ടായിരുന്ന നാടാണിത്. മഹാനായ അംബേദ്കർ ഉണ്ടായിരുന്ന നാടാണിത്. അവിടെയാണ് വേടന്മാർ ഈ വേലത്തരങ്ങൾ കാണിച്ച് സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിചാരിക്കുന്നത്. എന്താണ് വേടൻ വിചാരിച്ചത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് പ്രശസ്തി കിട്ടിയാൽ, പണം കിട്ടിയാൽ, അധികാരം കിട്ടിയാൽ, ഭരണകൂടത്തിൻ്റെ സപ്പോർട്ട് കിട്ടിയാൽ എന്തും പറയാം, എന്തും ചെയ്യാം, ആരെയും പറ്റിക്കാമെന്നാണോ? സോറി, എനിക്ക് വേടനോട് സഹതാപം മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ സ്നേഹക്കുറവൊന്നുമില്ല. അതൊരു കലാകാരനാണ്, അദ്ദേഹം തിരുത്തി വരട്ടെ. പക്ഷേ പിന്നാലെ പോകുന്നവരോട് എനിക്ക് കുറച്ചധികം പറയാനുണ്ട്. നിങ്ങൾ ആരുടെയും പിന്നാലെ പോകരുത്. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ പണയം വയ്ക്കരുത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അനുകരണം വളരെ പ്രധാനമാണ് മലയാളിക്ക്. പ്രത്യേകിച്ച് ഒരാളൊരു തട്ടുകട നടത്തിയാൽ അവിടെ 4 ആൾ കൂടുതൽ കയറുന്നുണ്ടാൽ ഉടനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു തട്ടുകട നമ്മൾ നടത്തിയിരിക്കും. അതാണ് മലയാളി. കാരണം ഭയങ്കര അനുകരണമാണ്. ഏത് കാര്യത്തിലും നമ്മൾ അനുകരിക്കുന്നവരാണ്. ഒരാളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ പിന്നെ നമുക്ക് അതുപോലൊരു ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടമാണ്. അത്ര അനുകരണമാണ്. ആ അനുകരണത്തിൽ പുതിയ തലമുറ വീണു പോകരുത്. നിങ്ങളുടെ വ്യക്തിത്വം സൂക്ഷിക്കൂ, വേടന്മാരെ സൂക്ഷിക്കുക.